എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ഭാഗത്തെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിലാദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം, അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന പുകയുടെയും മൂടൽമഞ്ഞിൻ്റെയും മിശ്രിതമാണ് സ്മോഗ്. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന പുകയുടെയും മൂടൽമഞ്ഞിൻ്റെയും മിശ്രിതമാണ് സ്മോഗ്. 1984 2000-ഓളം പേരുടെ മരണത്തിനിടയായ ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം മീഥൈൽ ഐസോസയനേറ്റ്. 1984 2000-ഓളം പേരുടെ മരണത്തിനിടയായ ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം മീഥൈൽ ഐസോസയനേറ്റ്. അടുത്ത ചോദ്യം, സോവിയറ്റ് യൂണിയനിലെ ചെർണോബിൽ ന്യൂക്ലിയർ ദുരന്തം നടന്നത് ഏത് വർഷമാണ്? 1986. സോവിയറ്റ് യൂണിയനിലെ ചെർണോബിൽ ന്യൂക്ലിയർ ദുരന്തം നടന്നത് ഏത് വർഷമാണ്? 1986. ചെർണോബിൽ ന്യൂക്ലിയർ ദുരന്തം നടന്ന ചെർണോബിൽ ഇന്ന് ഏത് രാജ്യത്താണ്? ഉക്രൈൻ. ചെർണോബിൽ ന്യൂക്ലിയർ ദുരന്തം നടന്ന ചെർണോബിൽ ഇന്ന് ഏത് രാജ്യത്താണ്? ഉക്രൈനിലാണ്. അടുത്ത ചോദ്യം, അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും. അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ്. സാധാരണ മഴയുടെ pH എത്രയാണ്? 5.6. സാധാരണ മഴയുടെ pH മൂല്യം എന്ന് പറയുന്നത് 5.6 ആണ്. അമ്ലമഴയുടെ pH എത്രയാണ്? 4നും 5നും ഇടയ്ക്കാണ്. അമ്ലമഴയുടെ pH മൂല്യം 4നും 5നും ഇടയ്ക്ക്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആൻഡ് ഹാലോണുകൾ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ആൻഡ് ഹാലോണുകൾ. അടുത്ത ചോദ്യം, ഓസോണിൻ്റെ അളവ് പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് ഡോബ്സൺ. ഓസോണിൻ്റെ അളവ് പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് ഡോബ്സൺ. വായു മലിനീകരണം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് പാർട്സ് പെർ മില്യൺ. വായു മലിനീകരണം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് പാർട്സ് പെർ മില്യൺ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങളെ നിയന്ത്രിക്കുന്നതിന് മോൺട്രിയോൾ പ്രോട്ടോക്കോൾ ഉടമ്പടി ഒപ്പുവച്ച വർഷം 1987. ഓസോൺ ശോഷണത്തിനു കാരണമാകുന്ന വാതകങ്ങളെ നിയന്ത്രിക്കുന്നതിന് മോൺട്രിയോൾ പ്രോട്ടോക്കോൾ ഉടമ്പടി ഒപ്പുവച്ചത് 1987. മോൺട്രിയോൾ പ്രോട്ടോക്കോൾ ഉടമ്പടി നിലവിൽ വന്നത് 1989. മോൺട്രിയോൾ പ്രോട്ടോക്കോൾ ഉടമ്പടി നിലവിൽ വന്നത് 1989. മോൺട്രിയോൾ പ്രോട്ടോക്കോൾ ഇന്ത്യ ഒപ്പുവെച്ചത് 1992. മോൺട്രിയോൾ പ്രോട്ടോക്കോളിൽ ഇന്ത്യ ഒപ്പുവെച്ചത് 1992. അടുത്ത ചോദ്യം, 1987 ഒപ്പുവയ്ക്കപ്പെട്ട മോൺട്രിയോൾ പ്രോട്ടോക്കോൾ ഉടമ്പടിയുടെ വാർഷികമാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ആ ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. അപ്പോൾ സെപ്റ്റംബർ 16 ഓസോൺ ദിനം. 1987 ഒപ്പുവയ്ക്കപ്പെട്ട മോൺട്രിയോൾ പ്രോട്ടോക്കോൾ ഉടമ്പടിയുടെ വാർഷികമാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ആ ഓസോൺ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 16 ആണ്. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. അത് മാറിപ്പോകരുത്. ഓസോൺ ദിനം സെപ്റ്റംബർ 16ഉം ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 16ഉമാണ്. അടുത്ത ചോദ്യം, ആഗോള താപനത്തിന് കാരണമാകുന്ന ഏറ്റവും പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോള താപനത്തിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. താഴെ പറയുന്നവയിൽ ആഗോള താപനത്തിന് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? മീഥേൻ, നൈട്രജൻ ഓക്സൈഡുകൾ, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ഏതൊക്കെയാണ്? മീഥേൻ, നൈട്രജൻ ഓക്സൈഡുകൾ, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നിവയാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകങ്ങൾ. അടുത്ത ചോദ്യം, ആഗോള താപനത്തിന് കാരണമാകുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങളെ നിയന്ത്രിക്കുന്ന ക്യോട്ടോ പ്രോട്ടോക്കോൾ ഉടമ്പടി നിലവിൽ വന്ന വർഷം 2005. അടുത്ത ചോദ്യം, ലോകത്തെ ആദ്യ ഭൗമ ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലിലെ റിയോ ഡി ജനീറോ. ലോകത്തെ ആദ്യ ഭൗമ ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലിലെ
റിയോ ഡി ജനീറോ 1992. അടുത്ത ചോദ്യം, ലോകത്തെ ആദ്യ ഭൗമ ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലിലെ റിയോ ഡി ജനീറോ 1992. ലോകത്തെ ആദ്യ ഭൗമ ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലിലെ റിയോ ഡി ജനീറോ 1992. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22. അടുത്ത ചോദ്യം, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. വായു നിയമം, അതായത് മലിനീകരണ നിയന്ത്രണവും തടയലും എന്ന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1981. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. അടുത്ത ചോദ്യം, പയറുചെടിയുടെ വേരുകളിൽ അധിവസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ റൈസോബിയം. പയറുചെടിയുടെ വേരുകളിൽ അധിവസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് റൈസോബിയം. അടുത്ത ചോദ്യം, ടിൻ ഫുഡുകളിൽ ബോട്ടുലിസം വിഷബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം. ടിൻ ഫുഡുകളിൽ ബോട്ടുലിസം ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം. സ്വപോഷിയായ ബാക്ടീരിയ സൾഫർ ബാക്ടീരിയ. സ്വപോഷിയായ ബാക്ടീരിയ ഏതാണ്? സൾഫർ ബാക്ടീരിയ. മനുഷ്യൻ്റെ കുടലിൽ കാണപ്പെടുന്നതും ജീവകം കെ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ബാക്ടീരിയയാണ് ഈക്കോളി. മനുഷ്യൻ്റെ കുടലിൽ കാണപ്പെടുന്നതും ജീവകം കെ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ബാക്ടീരിയയാണ് ഈക്കോളി. താഴെ തന്നിരിക്കുന്നവയിൽ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ ഏതെല്ലാം? ഈക്കോളി, സാൽമോണല്ല, ക്ലോസ്ട്രീഡിയം ബോട്ടുലിസം. അപ്പോൾ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളാണ് ഈക്കോളി, സാൽമോണല്ല, ക്ലോസ്ട്രീഡിയം ബോട്ടുലിസം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ, അത് അസറ്റോബാക്ടർ ആണ്. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ എന്ന് പറയുന്നത് അസറ്റോബാക്ടർ. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.